Hello and welcome to yet another episode of AV Tiles and Sanitary Kollam. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എല്ലാപ്പോഴത്തെയും പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക്കാണ്, വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഹൗ മച്ച് ഗ്രിപ്പ് ഡു യു നീഡ് ഇൻ എ ബാത്റൂം ഫ്ലോറിന് എന്തോരം ഗ്രിപ്പ് വേണം? ലെറ്റ്സ് സീ. വെറും 40-50 വർഷം മുമ്പ് വരെ വീടിന് പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന ബാത്റൂം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഇന്ന് വീടിന്റെ പ്ലാനിങ്ങിൽ ഒരു സെൻട്രൽ കഥാപാത്രമായി മാറിയിരിക്കുന്നു. ഒരു പുതിയ വീടിന്റെ പാലുകാച്ചിന് ചെന്ന് കഴിഞ്ഞാൽ ഹോളിൽ എന്ത് വിരിച്ചേക്കുന്നു, റൂമിൽ എന്ത് വിരിച്ചേക്കുന്നു ഇതൊക്കെ കാണും. പക്ഷേ എല്ലാവർക്കും താല്പര്യം ബാത്റൂം എങ്ങനെ ചെയ്തേക്കുന്നു എന്നുള്ളതിലാണ്. ജനറലി ബാത്റൂംസിലേക്ക് ഈ എപ്പിസോഡിൽ ഞങ്ങൾ കൂടുതൽ പോകുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് ഫോക്കസ് ചെയ്യുന്നത് ബാത്റൂമിന്റെ ഫ്ലോറിങ്ങിനെ കുറിച്ച് മാത്രമാണ്. ബാത്റൂം ഭംഗിയാവണമെങ്കിൽ അതൊരു കൺസെപ്റ്റ് ആയിരിക്കും. അതായത് വാളിൽ ഉള്ള ടൈല് അതിന്റെ ഒരു ഡാർക്ക് ആ സെയിം ടൈൽ ഫ്ലോറിൽ നമുക്ക് ഈ കളർ മാച്ച് ചെയ്ത് വരണം. കളർ മാച്ച് ചെയ്ത് വരുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ വാളിൽ ഒട്ടിക്കുന്ന ടൈലിന് അത്രയും ഗ്രിപ്പ് കാണത്തില്ല. അതേ ടൈല് ഫ്ലോറിൽ വന്ന ആ ഗ്രിപ്പ് സഫീഷ്യന്റ് ആവത്തില്ല. പക്ഷേ ഫ്ലോറിൽ ഗ്രിപ്പ് കൂടി ഇട്ടിട്ട് അതേ ടൈല് വാളിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അത് തുടയ്ക്കാനും ക്ലീൻ ചെയ്ത് നിർത്താനുള്ള ഒരു നൈറ്റ് മെയർ ആയിട്ട് മാറുന്നു. നമുക്ക് ബാത്റൂം ടൈൽസിന്റെ ചെറിയൊരു ചരിത്രത്തിലേക്ക് പോവാം. ഒരു 15-20 വർഷം മുമ്പ് ബാത്റൂം ടൈൽസിനകത്ത് വാൾ ടൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് ഫ്ലോർ ടൈൽ പ്രൊഡ്യൂസ് ചെയ്യത്തില്ലായിരുന്നു. ഫ്ലോർ ചെയ്യുന്ന കമ്പനീസ് വാളും പ്രൊഡ്യൂസ് ചെയ്യത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ വാൾ ടൈൽ ഒരു കമ്പനിയിൽ നിന്നും ഫ്ലോർ ടൈൽ മറ്റൊരു കമ്പനിയിൽ നിന്നും വന്നുകൊണ്ടിരുന്നു. അന്ന് നമുക്ക് നല്ല രീതിയിൽ ഗ്രിപ്പിന് ആവശ്യമുള്ള ഗ്രിപ്പ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്യായിരുന്നു. ലെറ്റ്സ് സേ ബ്ലൂ കളർ വാൾ ആണെങ്കിൽ നമുക്കൊരു 5-6 ടൈപ്പ് ബ്ലൂ ടൈൽ കാണും, ഫ്ലോർ ടൈൽ. അതേപോലെ പിങ്ക് വാൾ ആണെങ്കിൽ ഒരു 5-6 ടൈപ്പ് പിങ്ക് ഫ്ലോർ കാണും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഗ്രിപ്പും ഡിസൈനും സെലക്ട് ചെയ്യായിരുന്നു. ഇത് മുമ്പോട്ട് പോയപ്പോൾ ബ്രാൻഡഡ് കമ്പനീസ് കജാരിയ, സൊമാനി ഇതുപോലത്തെ ബ്രാൻഡഡ് കമ്പനീസ് കൺസെപ്റ്റ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. കൺസെപ്റ്റ് ഫ്ലോറിംഗ് എന്താന്ന് വെച്ചാൽ ഒരു കൺസെപ്റ്റ് ബാത്റൂംസ് എന്താന്ന് വെച്ചാൽ വാളിലുള്ള അതേ കളർ ഫ്ലോറിലും വരാൻ തുടങ്ങി, വാളിലുള്ള അതേ ഡിസൈൻസ് ഫ്ലോറിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് ആ ഫ്ലോർ ടൈൽസിനകത്ത് ഒരു ചെറിയ ഗ്രിപ്പ് കാണും. കം ടു ദി ഇയർ 2024 എല്ലാ മേജർ കമ്പനീസും വാൾ ടൈൽ പ്രൊഡക്ഷൻ ഇന്ന് പിന്മാറി കഴിഞ്ഞു. ഒഫീഷ്യൽ അനൗൺസ്മെന്റ്സ് വരാൻ തുടങ്ങി കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് ഒരു 4-5 വർഷമായിട്ടുള്ള ട്രെൻഡാണ് 4:2 ടൈല് വെച്ച് ബാത്റൂം വാൾ ചെയ്യുന്നത്. ഇപ്പം വളരെ പോപ്പുലർ ആണ്, കാണാൻ വളരെയധികം ഭംഗിയാണ്. ഇനിയും ഒരുപാട് വർഷം ആ ട്രെൻഡ് തുടരും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 4 അടി ബൈ 2 അടി ടൈല് വെച്ച് ബാത്റൂംസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ മിസ്മാച്ചിന്റെ പ്രശ്നം വരാൻ തുടങ്ങിയത്. അതായത് വാളിൽ അപ്ലൈ ചെയ്യുന്ന ടൈല് തന്നെ ഫ്ലോറിൽ കൊണ്ടുവന്ന അതിന് ഗ്രിപ്പില്ല. എന്നാൽ ഗ്രിപ്പുള്ള ഫ്ലോറിനനുസരിച്ച് വാൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊരു ക്ലീനിങ് നൈറ്റ് മെയർ ആയി മാറുന്നു. സോ ആക്ച്വലി ഒരു ബാത്റൂമിന് എന്തോരം ഗ്രിപ്പ് വേണം ഈ കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെയാണ്. ഫോർ എക്സാമ്പിൾ ഏത് പ്രായക്കാരാണ് ഈ ബാത്റൂം യൂസ് ചെയ്യുന്നത്, ബാത്റൂമിന്റെ ഡയമെൻഷൻസ് എന്തുവാണ്, അതേപോലെ നമ്മുടെ മനസ്സിൽ ബാത്റൂമിന് കളറിന്റെയും ഡിസൈനിന്റെയും ബാലൻസ് വേണം, അതോ നമുക്ക് സേഫ്റ്റിക്ക് വെയിറ്റേജ് കൂടുതൽ കൊടുക്കണം. ഇങ്ങനെ പ്രധാനപ്പെട്ട 2-3 ഫാക്ടേഴ്സിന് നമ്മളായിട്ട് തന്നെ ഒരു ആൻസർ കണ്ടുപിടിച്ചാൽ നമ്മുടെ ബാത്റൂമിന് എത്ര ഗ്രിപ്പ് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ലെറ്റ്സ് ടേക്ക് വൺ ബൈ വൺ. ബാത്റൂം ഉപയോഗിക്കുന്ന ആരാണ്? ബാത്റൂം ഉപയോഗിക്കുന്ന ഒരു 15 വയസ്സ് മുതൽ ഒരു 45 വയസ്സ് വരെയുള്ള അഡൽട്സ് ആണെങ്കിൽ ബാത്റൂമിന്റെ ഫ്ലോറിൽ നമുക്ക് ബാത്റൂമിന്റെ വാൾ എന്തൊട്ടിച്ചോ അത് തന്നെ കൊണ്ടുവരാം. എന്ന് വെച്ചാൽ ഒരു സാറ്റിൻ മാറ്റ് ഫിനിഷ് ആണെങ്കിലും അത് ധാരാളമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ബാത്റൂമിന്റെ സൈസ് എന്തുവാണ്? ജനറലി ബാത്റൂം കേരളത്തിൽ റെക്ടാങ്കുലർ ആകാറാണ് പതിവ്. എന്ന് വെച്ചാൽ ബാത്റൂമിന് നീളം കൂടുതലായിരിക്കും, വീതി കുറവായിരിക്കും. അങ്ങനത്തെ ബാത്റൂംസ് ജനറലി സേഫ് ആണ്. അത് സേഫ് ആകാൻ കാരണം എന്ന് വെച്ചാൽ ഒരു തെന്നുന്നു എന്നുള്ള ഒരു വിചാരം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ എവിടെയെങ്കിലും ചെന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റണം. ബാത്റൂംസിന് വീതി കുറവാണെങ്കിൽ നമുക്ക് ഭിത്തി തന്നെ ഒരു സപ്പോർട്ട് കിട്ടും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്, ഒരു വാഷ് ബേസിനോ ക്ലോസറ്റോ അല്ലെങ്കിൽ ഒരു ടവൽ ബാറോ എന്തെങ്കിലും നമ്മുടെ ഗ്രിപ്പിൽ കാണും. സോ അങ്ങനെയുള്ള ബാത്റൂംസിൽ നമുക്ക് ഗ്രിപ്പ് അധികം വേണ്ട. അതേസമയം ഇതേ ബാത്റൂം ഒരു സ്ക്വയർ ആണ്, ഒരു 5 അടി ബൈ 6 അടി അല്ലെങ്കിൽ ഒരു 7 കെട്ട് ആ സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ കൂടിയ ഗ്രിപ്പ് കൊടുക്കണം. കാരണം ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ കൈ എങ്ങും എത്തില്ല. ഇനി മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, അതായത് ബാത്റൂമിന്റെ ലുക്ക് ആണോ വലുത് അതോ ബാത്റൂമിന്റെ സേഫ്റ്റി ആണോ വലുത്? ബാത്റൂമിന്റെ ലുക്ക് ആണ് വലുതെങ്കിൽ കൺസെപ്റ്റ് ഫ്ലോറിംഗ് ആയിട്ട് തന്നെ പോകണം. അതായത് എന്തുവാണോ വാൾ ഒട്ടിച്ച് ഏകദേശം അതേപോലത്തെ ടൈൽ അല്ലെങ്കിൽ ആ സെയിം ടൈൽ തന്നെ ഫ്ലോറിൽ കൊണ്ടുവരണം. അല്ല, നമുക്ക് സേഫ്റ്റി ആണ് വലുതെങ്കിൽ നമ്മൾ എപ്പോഴും ഗ്രിപ്പ് കൂടിയ ടൈൽസ് ഉപയോഗിക്കും. ഗ്രിപ്സ് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, അതിന് നിങ്ങൾ ഷോറൂമിൽ വന്നാലേ പറ്റത്തുള്ളൂ. പക്ഷേ ഗ്രിപ്പ് കൂടിയ ടൈല് നമുക്ക് ഉപയോഗിക്കണം എന്നാണ് നമ്മുടെ തീരുമാനമെങ്കിൽ ഗ്രിപ്പ് കൂടിയ ടൈലിന് നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു ടെക്നിക്കൽ വ്യത്യാസം എന്ന് വെച്ചാൽ ആ ബാത്റൂമിന് ഗ്രിപ്പ് കൂടുന്നതനുസരിച്ച് ബാത്റൂമിന്റെ ഫ്ലോറിന്റെ സ്ലോപ്പ് ഗ്രേഡിയന്റ് കൂട്ടണം.
കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയുവാണെങ്കിൽ ബാത്റൂമിനകത്ത് ഗ്രിപ്പ് കൂടുതൽ വേണം, പ്രായമായുള്ളവർ ഉണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികളുണ്ട്, ഗ്രിപ്പ് കൂടുതൽ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഗ്രിപ്പ് കൂടുതൽ ഉപയോഗിക്കണം. പക്ഷേ ഗ്രിപ്പ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ചലഞ്ചസ് അതെന്തുവാണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ഫ്ലോ കുറവാണെങ്കിൽ ഗ്രിപ്പുള്ള ടൈൽസ് അഴുക്കെല്ലാം പിടിച്ചു നിർത്തും. അതായത് 3-4 ദിവസത്തെ യൂസ് കഴിയുമ്പോൾ തന്നെ ബാത്റൂമിന്റെ ഫ്ലോറിൽ വെള്ളത്തിന്റെ എക്സിറ്റിന്റെ അടുത്ത് സ്ലൈം ഫോം ചെയ്ത് തുടങ്ങും. അത് വളരെ ഡേഞ്ചറസ് ആണ്. സോ ഇതിനെ എങ്ങനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും? അതിന് വളരെ സിമ്പിൾ ഒരു പ്രൊസീജിയർ ഉണ്ട്. ബാത്റൂമിന് ടൈലിന് ഗ്രിപ്പ് കൂടുന്നതനുസരിച്ച് നമ്മൾ ബാത്റൂമിന്റെ സ്ലോപ്പ് ഗ്രേഡിയന്റ് കൂട്ടണം. അതായത് ചുരുക്കി പറഞ്ഞാൽ ബാത്റൂമിന് നല്ല സ്ലോപ്പ് കൊടുക്കണം. കൂടുതൽ സ്ലോപ്പ് കിട്ടുമ്പോൾ വെള്ളം പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് എക്സിറ്റ് ആവും. വെള്ളത്തിനകത്തുള്ള സോപ്പിന്റെ അംശവും ഓയിലിന്റെ അംശത്തിനും ബാത്റൂമിന്റെ ഫ്ലോർ ടൈലിൽ പിടിച്ചിരിക്കാൻ സമയം കിട്ടത്തില്ല. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഈസിയർ വേ ടു അറസ്റ്റ് ദാറ്റ് പ്രോബ്ലം. സോ ഐ ഹോപ്പ് ഈ എപ്പിസോഡിൽ നിന്നും എന്തെങ്കിലും ഒരു പുതിയ ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെസ്റ്റ് ടൈമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.